what's special about your family? Yes, so definitely my family is very special, mainly because of my special needs little brother, Emmanuel. ഇമ്മാനുവലിന്റെ ജനറ്റിക് കണ്ടീഷനെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? Yes, so the genetic condition is called CFC, Cardiofaciocutaneous Syndrome. Technically, only 500 people in the world have been diagnosed with it. UN കമ്മിറ്റിയെ അഡ്രസ് ചെയ്തത്, അഭിസംബോധന ചെയ്തത്, ഈവൻ കമല ഹാരിസിനെ മീറ്റ് ചെയ്തത് പോലും ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു യാത്രയെക്കുറിച്ച് ഒരു ബ്യൂട്ടിഫുൾ ജേർണി ഞങ്ങളുടെ മുന്നിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എമിലിന്റെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രസംഗം ഇത്ര തീവ്രമാകാനും തീക്ഷ്ണമാകാനും ഉള്ള പ്രധാന കാരണം എമിലിന്റെ കുടുംബ പശ്ചാത്തലം തന്നെയാണ്. 9 വയസ്സുകാരനായ എമിലിന്റെ സഹോദരൻ ഇമ്മാനുവൽ ജനിതക രോഗം മൂലം, അതും അപൂർവമായ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരു ഭിന്നശേഷി കുട്ടിയാണ്. ഇമ്മാനുവലിന്റെ ജനനത്തോടെ അവരുടെ ജീവിതം ആകെ ഒന്ന് തകിടം മറിഞ്ഞു എന്ന് പറയാം. അവരൊന്ന് പതറി. എന്തുകൊണ്ട് തങ്ങൾക്കിത് സംഭവിച്ചുവെന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചു. പക്ഷെ അവരെ പിടിച്ചു നിന്നു. അവർക്ക് കരുത്തും ബലവും കൊടുത്തത് അവര് കുടുംബത്തിൽ നിന്ന് ആർജിച്ച വിശ്വാസവും വിശ്വാസ പരിശീലനവുമാണ്. ദൈവം തങ്ങളെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചുവെങ്കിൽ ആ കുഞ്ഞിനെ കുറിച്ച് കരുതലോടെ ശ്രദ്ധയോടെ ചിന്തിക്കുവാനും ആ കുഞ്ഞിന് വേണ്ട പരിചരണം കൊടുക്കുവാനും അവർക്ക് കഴിയുമെന്ന് ദൈവത്തിന് ഉറച്ച വിശ്വാസമുണ്ട്. ജോമോന് രണ്ടാമതായി ഉണ്ടായ എമ്മാനുവൽ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി കൊച്ചിനെ 2 പ്രാവശ്യമായിട്ട് 2 വർഷത്തോളം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അന്നെല്ലാം ഞങ്ങളെല്ലാവരും ദൈവത്തോട് വളരെയധികം പ്രാർത്ഥിച്ച് അവന് നല്ല ആരോഗ്യം കിട്ടുന്നതിനായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടായ സങ്കടങ്ങൾക്ക് പ്രതിഫലമായിട്ട് മൂത്ത മകൾ എമിലിക്ക് അവനെ ശുശ്രൂഷിക്കാനും അതിനുള്ള ശക്തിയും കഴിവും അറിവും കൊടുത്ത് ഇത്രയും ലോകം മുഴുവൻ എല്ലാ മലയാളികളും അറിയത്തക്ക വിധത്തിൽ ഞങ്ങളെ കിട്ടിയതിനും എല്ലാ അനുഗ്രഹത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ചേട്ടായിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു മോനുണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അവനിങ്ങനെ അസുഖങ്ങളാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായെങ്കിലും പിന്നെ പലയിടത്തും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞുവാവ ചേട്ടനെ കിട്ടി എന്നുള്ളൊരു സങ്കടത്തിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് നവജീവൻ ട്രസ്റ്റൊക്കെ നടത്തുന്ന PU തോമസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ലേഖനം വായിക്കാനിടയായി. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയുള്ള കുഞ്ഞുവാവകളെ ലോകത്തിലേക്ക് വിടുന്നത് ദൈവത്തെ പോലെ നോക്കുന്ന ആളുടെ കരങ്ങളിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു തിരിച്ചറിവാണ് ആ വിഷമം മാറ്റി തന്നത്. എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്. അവരുടെ ഫ്രണ്ട്സ് നാട്ടിൽ വരുമ്പോൾ പറയാറുണ്ട്, അവരുടെ ഒത്തിരി പരിപാടികൾ ക്യാൻസൽ ചെയ്ത് ഈ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുകയാണ്. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം. ആ വിഷമങ്ങളൊക്കെ അവർ സന്തോഷമാക്കി എടുത്ത് നന്നായിട്ട് ജീവിക്കുന്നു എന്നറിയുന്നതിലും സന്തോഷം. ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും, അപ്പച്ചനും അമ്മച്ചിക്കും ആ കുഞ്ഞുവാവയെ ഓർത്ത് ഭയങ്കര സന്തോഷമാണ്. അതുവഴി ഏമി ഇന്ന് ലോകം മൊത്തം അറിയുന്ന ഒരു മോളായി മാറി കിട്ടി. ആ സന്തോഷവും എൻ്റെ ചേട്ടന് കിട്ടി. ഇമ്മാനുവൽ ഞങ്ങൾക്ക് ദൈവം തന്ന സമ്മാനമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഏമിയുടെ ലൈഫിൽ ഏമി ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് 2 പേരുണ്ട് അല്ലേ? ഏമിയുടെ പാരൻസ് മിസ്റ്റർ ജോസ് തോമസ് ആൻഡ് മിസ്സസ് മെർലിൻ അഗസ്റ്റിൻ. ഏറെ സ്വാഗതം ചേട്ടാ. ഹലോ, താങ്ക് യു. ഞങ്ങൾക്ക് അറിയാനുള്ള വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇമ്മാനുവലിനെ കൺസീവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയൊന്നും ഇല്ലായിരുന്നല്ലേ? ഇമ്മാനുവൽ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആകുന്നോ എന്നൊന്നും ഒരു ധാരണയില്ലായിരുന്നു. എന്നാൽ ഇമ്മാനുവൽ ഡെലിവറി ആയി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ആ ഒരു വളരെ ആക്സിഡൻ്റലായിട്ട് അറിഞ്ഞത്. ആ സമയത്ത് ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? ഇമ്മാനുവല് കൺസീവ് ആയ സമയത്ത് അവന് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ സ്കാനിങ്ങിലൊക്കെ ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അത് ഏതൊരു പ്രഗ്നൻസിയിലും ഉള്ള ഒരു സാധാരണ കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതിയത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയി. പക്ഷെ അവൻ ഉണ്ടായിക്കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടായപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. ഇത് കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല,
പ്രശ്നങ്ങളൊന്നുമില്ല. ഫിസിക്കലി ഹീസ് ഓക്കെ. അപ്പം എല്ലാം ഭംഗിയായിട്ടിരിക്കുന്നു. പക്ഷെ സ്ലോലി അവൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇവോൾവ് ചെയ്ത് വന്നു. ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ട് പാല് കൊടുക്കുമ്പോൾ അവൻ്റെ വയറ് വീർത്തു വരുന്ന ഒരു പ്രശ്നമായിരുന്നു. ഏകദേശം ഒരു 90 days അവൻ അവിടെ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ICUവിലായിരുന്നു. അവസാനം അവർ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫീഡ് കണ്ടുപിടിച്ച് അത് കൊടുക്കാൻ അവന് മൂക്കിക്കൂടെ ട്യൂബ് ഇട്ട് ഫുഡ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ഓരോരോ പ്രശ്നങ്ങൾ അവന് ലങ്സിന് ചെറിയ ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂസ് വന്നു, ചെറിയ ചെറിയ സീഷറുകളുടെ ആരംഭങ്ങൾ വന്നു, ചില അബ്നോർമാലിറ്റീസ് അവൻ സ്ലോലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു 9 മാസത്തോളം ഡയഗ്നോസിസ് നടത്തിയതിന് ശേഷമാണ് ഒത്തിരി ലാബുകളിൽ അവർ ഗവേഷണമൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ മ്യൂട്ടേഷൻ ആണ് എന്നുള്ളത് ഞങ്ങളോട് പറയുന്നത്. ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഫീലിങ്ങും വിഷമവും പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു പ്രശ്നമായിരുന്നു. കാരണം അന്ന് വരെ മറ്റാർക്കോ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് കരുതിയിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിലും പ്രാർത്ഥനയുടെ ബലത്തിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടും സ്വാതന്ത്ര്യമൊക്കെ ആയിട്ട് ഞങ്ങളത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചു. എങ്കിലും അത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമായിരുന്നു. എനിക്ക് മനസ്സിലാവും. പക്ഷെ പല സമയത്തും ചേച്ചി തളരുകയും ചേട്ടൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്ത അവസരങ്ങളുണ്ടാവും. തിരിച്ച് ചേട്ടൻ തളരുകയും ചേച്ചി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അവസരങ്ങൾ, അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. അതിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാവോ? ഒരു പരിധി വരെ ഈ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പം വൈഫ് മർലിനായിരുന്നു കൂടുതൽ സ്ട്രോങ്. എനിക്ക് പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇതെങ്ങനെ മറ്റുള്ളവര് നമ്മളെക്കുറിച്ച് എന്ത് കരുതും, ഇങ്ങനെ ഒരു കുഞ്ഞിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും. കാരണം ഈ ഒരു മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡെപ്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പം ഞാനാണ് കൂടുതൽ തളർന്നു പോയത്. പക്ഷെ പുള്ളിക്കാരത്തി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പിന്നെ മെഡിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും അതിൽ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ വൈഫാണ് കൂടുതൽ ശ്രമിച്ചത്. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതെങ്കിലും ഇങ്ങനെയുള്ള മെഡിക്കൽ ടേംസ് എല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുതിയതായിരുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള മെഡിക്കൽ ടേംസും ഇതിൻ്റെ മെഡിക്കൽ സിറ്റുവേഷൻസും യാതൊരുവിധ അനാറ്റമി ഫിസിയോളജി ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നത് ഇമ്മാനുവലിൻ്റെ ഡോക്ടേഴ്സാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ട സമയത്ത് ഒരു ക്രിട്ടിക്കലായിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവൻ്റെ മെഡിക്കൽ അവസ്ഥയെ മെഡിക്കൽ ടേംസ് കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും, അതായത് അവരുടെ ഇൻടേക്ക് ഇവൻ്റെ പ്രശ്നങ്ങൾ ഇൻടേക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എടുക്കുവാനും, ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ക്രിട്ടിക്കൽ കെയർ ഡോക്ടേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പലപ്പോഴും. അത് നമ്മുടെ നാട്ടിൽ നിന്നും വിഭിന്നമായിട്ട് ഇവിടുത്തെ ഒരു രീതിയാണ്. ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപാവരമാണെന്നാണ്. കാരണം ഈ ടേംസ് എല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഓർത്തിരിക്കുവാനും അത് ഓർത്തിരുന്ന് പറയുവാനും അത് പറഞ്ഞ് പല കാര്യങ്ങൾ ക്രിട്ടിക്കൽ സമയങ്ങളിൽ കൊച്ചിന് ആവശ്യമുള്ള ഇമ്മാനുവലിന് ആവശ്യമുള്ള കെയർ കൊടുക്കുവാനും അവർക്കും നമുക്കും സാധിക്കുന്നത് ഒരു വലിയൊരു കൃപാവരം തന്നെയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. സ്പെസിഫിക്കലി നിങ്ങളുടെ അടുത്തൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഈ ഒരു അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ? അവളുടെ ലൈഫിനെ ഒരിക്കലും ഇത് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കരുത് എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരുന്നോ? ഏമിയോട് സംസാരിക്കുന്നതിനെ പറ്റി വളരെ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നോ ഏമി അപ്രോച്ച് ചെയ്തതൊക്കെ? അത് ഒരു പരിധി വരെ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തിയില്ലെങ്കിൽ ഒരു നാച്ചുറലി അതങ്ങ് ഇവോൾവ് ആയി. കാരണം ഏമിയെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇവൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇൻവോൾവ് ആയി. അവനെ എൻ്റെ മദറും ഞങ്ങളുടെ കൂട്ടുകാരും ഒക്കെയാണ് കൂടുതൽ ആ സമയത്ത് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പതുക്കെ ഇവൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മ്യൂട്ടേഷൻ ഉണ്ട് എന്ന് മോളെ അറിയിച്ചതും അതിൻ്റെ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന വാക്ക് അന്നേരം ഉപയോഗിച്ചത് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം മോനുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവളെ ബോധ്യപ്പെടുത്തിയതും ഒരു പരിധിവരെ അവളത് അക്സെപ്റ്റ് ചെയ്യുവല്ല, അവളത് മനസ്സിലാക്കി അവൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിലൊക്കെ
മറ്റുള്ളവരുടെ സഹകരണം കൊണ്ട് അവള് ശരിക്കും മാനേജ് ചെയ്തു. അവൾ അതിൽ നിന്നും സെൽഫ് സഫീഷ്യന്റ് ആകാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. പക്ഷേ എങ്കിലും മോളെ ഇതെങ്ങനെ അറിയിക്കും, അവളിത് എങ്ങനെ എടുക്കും എന്നുള്ളത് ഞങ്ങൾക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു. ഇമ്മാനുവലിൻ്റെ 7 വയസ്സ് മൂത്തതാണ് ഏമി. ഏമിക്ക് 2nd ഗ്രേഡിൽ പഠിക്കുമ്പോഴാണ് ഇമ്മാനുവൽ ഉണ്ടാകുന്നത്. ഏമി ഒത്തിരി പ്രാർത്ഥിച്ച് ഉണ്ടായ ഒരു കൊച്ചാണ് ഇമ്മാനുവൽ. ഏമിക്കൊരു സിബ്ലിങ് വേണമെന്നും കാത്തലിക് സ്കൂളിൽ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചകളിലും ആർക്കേലും ഒരു സിബ്ലിങ് ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഏമി ഒത്തിരി ആഗ്രഹിച്ചുണ്ടായ ഒരു കുഞ്ഞാണ് ഇമ്മാനുവൽ. അപ്പോൾ ഇമ്മാനുവലിൻ്റെ സ്പെഷ്യൽ നീഡ്സും ഇമ്മാനുവൽ നിക്യുവിലായിരുന്നപ്പോൾ തന്നെ അത് ഏമിയെ വളരെ മോശകരമായിട്ട് ബാധിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഇമ്മാനുവൽ ഒരു അനുഗ്രഹമാണെന്നും അവളൊരു ബിഗ് സിസ്റ്റർ ആണെന്നും അവൾക്ക് ഇമ്മാനുവലിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്നും എല്ലാം നമ്മൾ അവളെ ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇമ്മാനുവൽ ഒരു അനുഗ്രഹമാണെന്ന് വീണ്ടും വീണ്ടും അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവളും ഇമ്മാനുവൽ ഒരു അനുഗ്രഹമാണെന്ന് എടുക്കാൻ തുടങ്ങി. പ്രതികൂലമായ സാഹചര്യങ്ങൾ സ്പെഷ്യൽ നീഡ്സ് കിഡ്സിൻ്റെ സിബ്ലിങ്സിന് ഒത്തിരി ഉണ്ടാകും. കാരണം ഈ കോംപ്ലക്സ് സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള ഒരു കൊച്ചിന് മെഡിക്കലായിട്ടുള്ള നെസസിറ്റി വരുമ്പോൾ നമ്മൾ ഈ ഏബിളായിട്ടുള്ള കൊച്ചിനെ നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ട് ഓടുകയാണ് പതിവ്. ചിലപ്പോൾ ആംബുലൻസിലായിരിക്കാം, അവൾക്കും ആംബുലൻസിൽ പല ദിവസം വരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ ട്രോമാറ്റിക്കാണ്. അതുപോലെ തന്നെ ഇവൻ മരണകരമായ അവസ്ഥയിൽ കൂടെയും സീഷറിൽ കൂടെയും ശ്വാസം കിട്ടാത്ത അവസ്ഥകളിൽ കൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നമ്മളുടെ ഒപ്പം തന്നെ നമ്മളുടെ കൂടെ 7, 8, 9 വയസ്സുള്ളപ്പോൾ ഏമി നമ്മളുടെ ഒപ്പം നിന്ന് ഇവനെ റെസ്ക്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 911 വിളിച്ച് ഇവൻ്റെ സാഹചര്യങ്ങളെല്ലാം പറയേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായത് ഇവൾ പെട്ടെന്ന് മോള് പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനും അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ആ ആവശ്യങ്ങൾ സഹായങ്ങൾ ചോദിക്കുവാനും ചിലപ്പോൾ അവളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ പേരൻസിൽ നിന്ന് സഹായങ്ങൾ ചോദിക്കുവാനും എല്ലാം അവൾ പഠിച്ചു. പെട്ടെന്ന് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഈ കൊച്ച് ഇൻഡിപെൻഡൻ്റ് ആയതുപോലെ തോന്നി. പക്ഷേ പ്രതികൂലമായ സാഹചര്യങ്ങളും വിഷമങ്ങളും എല്ലാം അവൾക്ക് ഒത്തിരി ഉണ്ടെങ്കിലും ആ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം ഒരു ദൈവാനുഗ്രഹത്താൽ നമ്മളുടെ മോള് അത് ഒരു നന്മയുടേതായ വളർച്ചയുടേതായ അല്ലെങ്കിൽ ഒരു അവളുടെ തന്നെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവൾ ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സ്പെഷ്യൽ ചിൽഡ്രൻ്റെ സിബ്ലിങ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരിടത്തും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അല്ലേ? പക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറച്ച് പിള്ളേരാണ് അവർ അല്ലേ? ഇപ്പം ഏമിയുടെ കാര്യത്തിൽ നിങ്ങളതിനെ വളരെ നല്ല രീതിയിലാണ് കൊണ്ടുപോയത്. ഏമി ഇന്ന് ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് നേടി ഒക്കെ ഇമ്മാനുവലിൻ്റെ ജീവിതത്തിലൂടെയാണ് വന്നത്. അതിനകത്ത് ചേട്ടന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരുന്നിരിക്കും. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. സാധാരണ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ നീഡ്സ് കുട്ടി ഉണ്ടാകുമ്പോൾ ആതിര പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും അവരുടെ സഹോദരങ്ങളോ സഹോദരിമാരോ ആയിരിക്കും, സിബ്ലിങ്സ്. പലപ്പോഴും നമ്മൾ ഈ സിബ്ലിങ്സിനെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മറക്കാറാണ് പതിവ്. മറക്കാറെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നമ്മൾ അധികം ബോധമില്ല. ഇപ്പം ഈ അടുത്ത നാളുകളിൽ സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുടെ മാതാപിതാക്കളെ കുറിച്ച് സമൂഹം ഒത്തിരി കൺസേൺ ആണ്. അവർക്ക് വേണ്ടി ഒത്തിരി സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ സിബ്ലിങ്സ് ഇഗ്നോർഡ് ആണ്. ഒരു പരിധിവരെ ഒരു സ്പെഷ്യൽ നീഡ് കുട്ടിയെ നമ്മൾ മാതാപിതാക്കന്മാര് അവര് സ്നേഹപൂർവ്വം പരിചരിക്കുന്നവരാണെങ്കിൽ ആ കുട്ടിക്ക് സമയം കൊടുക്കുമ്പോൾ ഈ മറ്റു സഹോദരങ്ങൾക്ക് നമുക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവർ പലപ്പോഴും അവഗണിക്കപ്പെടാം, അല്ലെങ്കിൽ ഇഗ്നോർഡ് ആകാം. പലപ്പോഴും അവരുടെ ബന്ധുക്കളോ വല്യമ്മയോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ആയിരിക്കും ഈ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും അവർ ഒന്നെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള അബ്യൂസുകളിലേക്ക്, ഡ്രഗ് അബ്യൂസ്, മറ്റ് നെഗറ്റീവുകളിലേക്ക്, നമുക്ക് ഓവറോൾ പറഞ്ഞാൽ നെഗറ്റീവുകളിലേക്ക് പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ടീച്ചറായതുകൊണ്ടും കഴിഞ്ഞ 10-15 വർഷം അവിടെ ഒരു സ്കൂളിൽ ഓൾമോസ്റ്റ് 18 വർഷത്തോളം സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ കണ്ട
കാര്യങ്ങൾ അവിടുത്തെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് അടുത്തിടപഴകാൻ അവസരം കിട്ടിയതുകൊണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി കേസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏമിയുടെ കാര്യത്തിലും ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പേടി, മോൾ ഇതിനെ എങ്ങനെ എടുക്കും, പ്രത്യേകിച്ച് നമുക്ക് അവളുടെ കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവളൊരു കാര്യമായിട്ട് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇവൻ്റെ കാര്യത്തിന് പോകും. അപ്പോൾ അതെങ്ങനെയാകും എന്നുള്ളൊരു പേടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ മോൾ ആ നെഗറ്റീവുകളിൽ നിന്ന് ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ അവൾ അതിനെ പോസിറ്റീവായിട്ട് മോൾഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ, മാനുവലിലൂടെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവത്തിൽ ഇതുപോലെയുള്ള മറ്റ് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജും അതുതന്നെയാണ്. ഈ സിബ്ലിങ്സിന് ഒരു പ്രാധാന്യം കിട്ടണം, അല്ലെങ്കിൽ അവരെയും കൂടെ ഈ ഒരു പ്രോസസ്സിൽ, ഈ സ്പെഷ്യൽ നീഡ്സ് കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്കും സമൂഹത്തോടൊരു മെസ്സേജാണ് കൊടുക്കാനുള്ളത്. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ്, അവരാഗ്രഹിച്ചിരുന്ന ഒരു പോസിറ്റീവ് അനുഭവം ഉണ്ടായില്ലെങ്കിൽ പോലും അതിൽ നിന്ന് അവർക്ക് എനർജി എടുത്ത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് തന്നെ വേണ്ടി ചെയ്യാനും അവസരം ഉണ്ടാകും എന്ന് ഞങ്ങളുടെ മോളിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ടുള്ള അതാണ് ഞങ്ങളുടെയും ഒരു സാക്ഷ്യം അക്കാര്യത്തിൽ. തീർച്ചയായും അതിനോട് കൂടി അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ചോദിക്കാം, സമൂഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു സോഷ്യൽ ലൈഫ് ബിഫോർ ഇമ്മാനുവൽ ആൻഡ് ആഫ്റ്റർ ഇമ്മാനുവൽ, അല്ലേ, മാനി വന്നതിന് ശേഷം ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? തീർച്ചയായിട്ടും എനിക്ക് അതേക്കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ഒത്തിരി ഫാമിലികൾ ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണത്. ഞങ്ങൾ വളരെയേറെ സോഷ്യൽ ഇൻവോൾവ് ആയിട്ട് നടന്നിരുന്ന ഒരു, അല്ലെങ്കിൽ ജീവിച്ച ഒരു ഫാമിലിയാണ്. അവിടെ ചർച്ചായിട്ടും മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ഇൻവോൾവ്, ഒത്തിരി യാത്രകൾ നടത്തുമായിരുന്നു, ഫാമിലിയായിട്ട് മോളെയും കൊണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോകുമായിരുന്നു, ഒത്തിരി ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ഇമ്മാനുവൽ അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒത്തിരി വലിയ ഒരു സൗഹൃദ വലയമുണ്ടായിരുന്നു. പക്ഷെ ഇമ്മാനുവൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നു. ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരുമിച്ചൊരു യാത്ര പോകാൻ നമുക്ക് പറ്റത്തില്ല. വീടിനടുത്ത ഒരു, അല്ലെങ്കിൽ ഒത്തിരി ദൂരോട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. വീടിനോട് ചേർന്നുള്ള ഒരു ഡിസ്റ്റൻസിലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ പോകണമെങ്കിൽ തന്നെ ഒത്തിരി പ്രിപ്പറേഷൻ, അതിൻ്റെ പുറകിൽ പ്ലാനിങ് ആവശ്യമുണ്ട്. പിന്നെ പബ്ലിക് ഇവന്റുകൾക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ പലപ്പോഴും ഇവൻ ചെറുപ്പമായിരുന്നപ്പം മോനെ ഞങ്ങൾ പറ്റുന്നിടത്തോളം പള്ളിയിൽ കൊണ്ടുപോകായിരുന്നു. ഞങ്ങളുടെ ഇടവ ദേവാലയത്തിൽ അവനെയും കൊണ്ട് പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്കറിയാം ഇവന്റെ പ്രസൻസ് മറ്റുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവനെ കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുമായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ഈ നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ ചുരുങ്ങുന്ന ഒരു എഫക്റ്റ്, അതെല്ലാവർക്കും ഒരു പ്രതിസന്ധി തന്നെയാണ്. നമ്മളെ ഇവന്റുകൾക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്ക് വിളിക്കുന്നവരുടെ എണ്ണം കുറയുക, വിളിച്ചാൽ തന്നെ നമ്മൾ അവിടെ ഈ കുഞ്ഞിനെ കൊണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവര്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ഇങ്ങനെയുള്ള കുട്ടികളുടെ ഫാമിലികളെ ഓരോ ഇവന്റിന് വിളിക്കുമ്പോൾ ആ കുട്ടിയെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു തന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിലും വ്യക്തിപരമായിട്ട് ഒരിക്കലും പള്ളിയിലേക്ക് കുഞ്ഞിനെ കൊണ്ട് പോയ അവസരത്തിൽ ഉണ്ടായ ഒരു സംസാരം, ഞങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഉണ്ടായ സംസാരം, ഈ കൊച്ചിനെ കൊണ്ട് എന്തിനാ നിങ്ങൾ പള്ളി വരുന്നത്, ഇതിനെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നാൽ പോരെ. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു പേഴ്സണായിട്ട്, ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു സമൂഹം നമുക്ക് ചുറ്റും. കുർബാനയുടെ സമയത്ത് ഈ കൊച്ചു പള്ളിയിൽ ഒരുങ്ങി പോവുക എന്ന് പറയുന്നത് ഇവന് ഒത്തിരി ഇഷ്ടമാണ്. പള്ളി എന്ന വാക്കും ഒരുങ്ങി പോവുക എന്ന് കേട്ടാലും ഇവനത് മനസ്സിലാകുമായിരുന്നു. എന്താണ് മനസ്സിലാകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവൻ സന്തോഷവാനായിട്ടാണ് ഞങ്ങൾക്ക് കാണപ്പെട്ടിരുന്നത്. അതുപോലെ പള്ളിയിൽ ചെന്നാൽ ചില പാട്ടുകൾ വരുമ്പോൾ അവൻ ആ ഋതത്തിനനുസരിച്ച് റാറ്റിൽ ഷെയ്ക്കുകയും, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്ന, ആ ഋതത്തിനോട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സർവാധിപനാ കർത്താവേ ഹല്ലേലൂയ, അങ്ങനെയുള്ള ഓരോ പാട്ടുകളും നമ്മളുടെ ഹിംസ് വരുമ്പോൾ ഇവൻ പ്രതികരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കൊച്ചിനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുക്കി പല പല മെഷീനുകളും എല്ലാം കൊണ്ടുവേണം പള്ളിയിൽ പോകാൻ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പ്രതികൂലമായ ഒരു മോശമായ ഒരു സംസാരവും പ്രതികരണവും ലഭിക്കുമ്പോൾ ഒത്തിരി നമ്മൾക്ക് വേദന വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരു വേദന എന്ന് വെച്ചാൽ പലരും ഈ കൊച്ചിന്റെ മുൻപിൽ വെച്ച് തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ ആദ്യം അത് കേൾക്കുമ്പോഴേ എനിക്ക് ഒത്തിരി വിഷമം തോന്നുമായിരുന്നു, ജോസിനും തോന്നുമായിരുന്നു. അത് ഞങ്ങള് ഇല്ല അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആ ചോദ്യം ഒഴിവാക്കാൻ ശ്രമിച്ച് അതിന് ഉത്തരം പറയാതെ പോകുമായിരുന്നു. ഇനി ഒരു സമയം കഴിഞ്ഞപ്പോഴേ എനിക്കൊരു ധൈര്യം വന്നു.
ഇങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, അറിയുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. ചോദിച്ചിട്ട് ഞാൻ അതിനുള്ള മറുപടിയായിട്ട് ഐ എം എ പ്രോ ലൈഫ് പേഴ്സൺ, ഞാൻ മാർച്ച് ഫോർ ലൈഫിന് പോകുന്ന ഒരാളാണ്. ഈ കൊച്ചിനെ എങ്ങനെ ഈശോ തരുന്നോ അങ്ങനെ അവനെ വളർത്തിക്കൊണ്ടാവുന്നുള്ള ഒരു വാക്കിലാണ് ഞങ്ങളൊരു കൊച്ചിന് വേണ്ടി ഒരുങ്ങുന്നതും ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നതെന്നും അവരോട് പറയുവാനുള്ള ഒരു ശക്തി ദൈവമുണ്ട്. പലപ്പോഴും ഒത്തിരി വേദനാജനകമായ സാഹചര്യങ്ങളിൽ കൂടെ പോകുമ്പോഴും ആ വേദന മാതാവിൻ്റെ വേദനയോട് ചേർത്ത്, സഹനങ്ങളോട് ചേർത്ത്, ഉണ്ണീശോയായിരുന്നപ്പോഴുള്ള വേദനകൾ, ഈശോയ്ക്ക് വന്ന സഹനങ്ങളും പാടുവീടുകളിൽ കൂടെയും കടന്നു പോകുമ്പോൾ മാതാവിന് വന്ന വേദനകളോട് ചേർത്ത് ഞങ്ങൾ രണ്ടുപേരും ആ സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചേട്ടന് തോന്നിയിട്ടുണ്ടോ പ്രാർത്ഥന നിങ്ങളെ ബൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട്? തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ സംസാരത്തിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം മെയിൻ തീം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. കാരണം ഇമ്മാനുവലിനെ ഞങ്ങൾക്ക് പല പ്രാവശ്യം നഷ്ടപ്പെട്ടു എന്ന് പറയാം. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയി. അപ്പോൾ ഇതിനൊരു ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, മുമ്പേ പറഞ്ഞു ഈ സൗഹൃദ വലയം കുറയുന്നു എന്ന് പറഞ്ഞു. അതൊരു ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന സൗഹൃദ ബന്ധങ്ങൾ കുറയുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ കാര്യം വരുമ്പം അതിനപ്പുറത്തേക്ക് പ്രാർത്ഥനയിലൂടെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. പല തരത്തിൽ അതൊരു നെറ്റ്വർക്ക് പോലെ ഇമ്മാനുവലിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിലെ ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഫിസിക്കലി നമ്മൾ കാഴ്ചപ്പാടിൽ ഞങ്ങളുടെ സൗഹൃദ ബന്ധങ്ങൾ കുറഞ്ഞെങ്കിലും ഞങ്ങളുമായിട്ട് ജീവിതത്തിൽ ഒരു വിധത്തിലും ബന്ധപ്പെടാൻ പറ്റാത്ത ആളുകളൊക്കെ നെറ്റ്വർക്ക് അതിന്റെ പുറകിൽ വരുന്നത്. അപ്പം സ്വന്തം ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്തവർ പോലും ചില അവസരങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവര് ഇമ്മാനുവലിന് വേണ്ടി ഞങ്ങളുടെ അനുഭവത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കുന്ന ആളുകളെ. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയാണ്. അത് ഞങ്ങളുടെ പള്ളിയിലാണെങ്കിലും നമ്മൾ ഒരു ചെയിൻ പോലെ ഒരു ഗ്രൂപ്പിൽ, ഇപ്പൊ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട് അത് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് പോകുന്ന ഒരു വലിയ അത്ഭുതം അതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ സംസാരിച്ചു വെച്ച പോലെ തന്നെ ഒരു സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമൂഹത്തോട് വിളിച്ച് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കറിയാം US-ലെയൊക്കെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നിങ്ങൾക്ക് അത് ഇച്ചിരിയും കൂടി ഈസി ആണല്ലേ. ഈസി ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടെ ലൈറ്റായിട്ട് കാണാൻ പറ്റും. നാട്ടിലെ അവസ്ഥ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ള പാരൻസിനോട് എന്തെങ്കിലും ഒരു അഡ്വൈസോ അവർക്കൊന്ന് ലൈഫിനൊരു പോസിറ്റീവ് നോട്ടിൽ എടുക്കാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും വലിയ ടിപ്പാണ് മോളുടെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവള് ചെയ്ത കാര്യങ്ങൾ. ഓവറോൾ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെ അതിനെയൊക്കെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ചിന്ത. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പല കുടുംബങ്ങളിലും ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനെ പരസ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ആ കുഞ്ഞുങ്ങളെ വീട്ടിൽ ആരാലും കാണാതെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ആക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടികളെ കെയർ ഹോമുകളിലേക്ക് മാറ്റുന്ന, അബാൻഡൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ. പ്രത്യേകിച്ചും ഈ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളൊക്കെ നേരത്തെ നടന്ന അതിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്ത അവസരത്തിൽ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ ഞാൻ യൂട്യൂബിലൊക്കെ പോയി വായിക്കുമായിരുന്നു. വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് ചില ആളുകൾ പറഞ്ഞിരിക്കുന്ന കമന്റുകൾ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കുടുംബമുണ്ട്, അവർ ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അവരവരുടെ കുഞ്ഞിനെ ഇന്നടത്താക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെന്ന് പോലും നാട്ടിൽ അടുത്തുള്ളവർക്ക് പോലും അറിയത്തില്ലാത്ത രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഞങ്ങളോടാണെങ്കിലും ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് പലരും ചോദിച്ചൊരു കാര്യം, ഞങ്ങളുടെ ബേർഡൻ കണ്ടിട്ടായിരിക്കാം, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവനെ ഒരു കെയർ ഹോമിലേക്ക് മാറ്റിക്കൂടാ? പ്രത്യേകിച്ച് ഇപ്പൊ വെന്റിലേറ്ററിലാണ്. ഇപ്പൊ ഒരു വർഷത്തോളമായിട്ട് അവൻ ലൈഫ് സപ്പോർട്ട് പോലെയുള്ള ഒരു വെന്റിലേറ്റർ സിസ്റ്റത്തിൽ വീട്ടിൽ കഴിയുവാണ്. അപ്പൊ അങ്ങനെ ഒരു കെയർ ഹോമിലേക്ക് എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്ന് ചോദിച്ച ഒത്തിരി പേരുണ്ട്. കാരണം അവര് ഞങ്ങളുടെ സ്ട്രഗിൾ കണ്ടിട്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു രീതിയിലേക്ക് വിടാനായിട്ട് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പൊ നമ്മൾ അവനെ അത്രയ്ക്ക് ടേക്ക് കെയർ ചെയ്യാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പരിചരണം നമ്മൾ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മാതാപിതാക്കൾ ഞങ്ങൾക്കുള്ള മെസ്സേജ് ടിപ്പായിട്ട് പറഞ്ഞാൽ, ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അത് ഓവർ ദ ടൈമിൽ പതുക്കെ ഉണ്ടാകും. പിന്നെ ഇതിലൊരു ദൈവാനുഗ്രഹം കാണണം. ഇപ്പം ഇമ്മാനുവൽ ആ പേര് തന്നെ വളരെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവും എന്ന് കരുതി നമ്മൾ ഇട്ട ഒരു പേര് പോലുമല്ല. ഇമ്മാനുവൽ എന്നുള്ള ഒരു പേര്
അവിടെ ഉണ്ടായി 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ പേര് ആശുപത്രിയിൽ കൊടുക്കണം, രജിസ്റ്റർ. അപ്പോൾ ഇമ്മാനുവൽ എന്നുള്ള പേര് തന്നെ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഒരു സിമ്പിളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇമ്മാനുവൽ എന്ന പേര് ഒരിക്കലും യാദൃശ്ചികമായിട്ട് വന്നതല്ല. ഞാനും ജോസും പ്രാർത്ഥിച്ച് എടുത്ത ഒരു തീരുമാനമാണത്. ഞങ്ങൾ 2 കുട്ടികളെയും ഗർഭിണി ആയിരുന്ന സമയങ്ങളിൽ പ്രാഗിലെ ഉണ്ണീശോയോട് ഉള്ള നൊവേന ചെല്ലുമായിരുന്നു. അത് ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് 9 പ്രാവശ്യം ഞങ്ങൾ ചെല്ലുമായിരുന്നു. ആ 9ാമത്തെ പ്രാവശ്യം ജോലിയുള്ള ദിവസങ്ങളിൽ പോലും ഞങ്ങൾ ഒരുമിച്ചാണ് അത് ചെല്ലിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം ആ 9ാമത്തെ നൊവേന 9ാമത്തെ മണിക്കൂറിൽ ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഉണ്ണീശോയുടെ പേര് തന്നെയായ ഇമ്മാനുവൽ എന്ന പേര് നമ്മുടെ മോനിട്ടുകൂടാന്ന്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇനി ഞാൻ ആ പേര് പറയുമ്പം വേറെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പേരുകളിൽ നിന്നൊരു പേരിടാനാണ് ജോസിന് ആഗ്രഹമെങ്കിൽ ഇതിന് ഒരു എതിർപ്പ് പറയുമോന്ന്. അങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞാൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു മിഡിൽ നെയിം എങ്കിലും ഇമ്മാനുവൽ ഇടണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ആ നൊവേന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ. ആ നൊവേന അന്ന് ചൊല്ലിക്കഴിഞ്ഞതേ ജോസ് ചോദിച്ചു, നമുക്ക് ഈ വേറെ പേരിനൊക്കെ എന്തിനാ പോകുന്നത്, നമ്മുടെ മോന് ഇമ്മാനുവൽ എന്ന് തന്നെ പേരിട്ടാലെന്താണ്. അങ്ങനെ ആ നൊവേന ചൊല്ലിക്കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേരിടണമെന്ന്. പലപ്പോഴും ഞങ്ങളോട് പരിചയപ്പെടുന്ന വൈദികരും സുഹൃത്തുക്കളും ഒക്കെ പറയും, ഇതൊരു നന്മയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദൈവാനുഗ്രഹം ഇവനിലൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും റിയലിസ്റ്റിക്കലി ചിന്തിക്കുമായിരുന്നു. ഇമ്മാനുവൽ സിക്കായി, അവൻ്റെ അസുഖം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, അതിലെന്ത് നന്മയാണ്? ആ നന്മ കണ്ടെത്താനായിട്ട് പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ നന്മ മോളിലൂടെ ഒരു നന്മയായിട്ട് വന്നപ്പോഴാണ് അതിൻ്റെ ആ ദൈവാനുഗ്രഹം നമ്മൾ വിഷ്വലി ഉൾക്കൊള്ളാൻ പറ്റിയതും കാണുന്നതും. അപ്പം അറ്റ് സം പോയിന്റ് നമ്മൾ ഈ കുഞ്ഞിനെ പരിചരിക്കുന്നതിലൂടെ ദൈവം നമ്മൾക്ക് എന്തെങ്കിലും ഒരു നന്മ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ നന്മ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തരുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മാതാപിതാക്കൾക്കും ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞിനെ ഒരു വിശുദ്ധനെ പോലെ പരിപാലിക്കാനായിട്ട് പറ്റും. ഒരു തരത്തിലും തെറ്റിയാത്ത കുഞ്ഞുങ്ങളാണ് ഇവര്. അവര് പ്രത്യേകിച്ചും ഇങ്ങനെ എഴുന്നേക്കാനോ നടക്കാനോ മിണ്ടാനോ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് അവരുടെ മനസ്സ് ശുദ്ധമാണ്, പരിശുദ്ധമാണ്. അപ്പം അവരെ ടേക്ക് കെയർ ചെയ്യുന്ന മാതാപിതാക്കളെല്ലാം ദൈവാനുഗ്രഹത്തിന് അർഹരാണ് എന്നുള്ളതാണ് അവർക്കുള്ള ഞങ്ങളുടെ ഒരു മെസ്സേജ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ വിതക്കാരൻ്റെ ഉപമയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ആ ഉപമയിലെ നല്ല നിലത്ത് വീണ വിത്താണ് ഏമി. ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഫാമിലിയോടൊത്ത് കുറേ സമയം ചെലവഴിച്ചു. ആ സമയത്തോളം ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. പ്രായാധിക്യം മൂലം ഓർമ്മ നഷ്ടപ്പെട്ട അമ്മച്ചിയെ ചേർത്ത് പിടിക്കുന്ന, കൂടെ ഇരിക്കുന്ന ഒരപ്പച്ചൻ. ആ അപ്പച്ചനും അമ്മച്ചിയാണ് ഏമിയുടെ ഇൻസ്പിറേഷൻ. ഈ കുടുംബമാകുന്ന നല്ല നിലത്ത് വീണ വിത്താണ് ഏമി. ഈ കുടുംബത്തിൽ നിന്നാണ് ഏമി 100 മേനി ഫലം പുറപ്പെടുവിച്ചത്. ഏമിയെയും ഇമ്മാനുവൽ എന്ന് വിളിക്കുന്ന നമ്മുടെ മാനിയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സുവർണജാലകത്തിൻ്റെ പുതിയൊരു അധ്യായം തുറക്കപ്പെടുന്നത് വരെ കാത്തിരിക്കാം, ഈശോയോടൊത്തായിരിക്കാം. നന്ദി.